സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മഞ്ജു വാര്യർ. സിനിമയിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് താരം. പെട്ടെന്ന് തന്നെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറാറുമുണ്ട്. എമ്പുരാനായിരുന്നു ഒടുവിലായി തിയേറ്ററുകളിലേക്ക് എത്തിയത്. പ്രിയദർശിനി രാംദാസിന്റെ ഇത്തവണത്തെ വരവ് ഗംഭീരമായി എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. രണ്ടാം ഭാഗത്തിൽ കുറെ കൂടി പ്രാധാന്യമുള്ള കഥാപാത്രമാണെന്ന് താരം പറഞ്ഞിരുന്നു. മേക്ക് ഓവറിലൂടെയും താരം ഞെട്ടിച്ചു. പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകനൊപ്പം ജോലി ചെയ്യാനായത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. ചില രംഗങ്ങളൊക്കെ അഭിനയിച്ചു കാണിച്ചു തരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം തരും. തനിക്ക് പ്രിയപ്പെട്ട സംവിധായകരിൽ തീർച്ചയായും രാജുവും ഉണ്ടെന്നും മഞ്ജു പറഞ്ഞിരുന്നു. എമ്പുരാൻ പ്രൊമോഷനിലെല്ലാം മഞ്ജു സജീവമായിരുന്നു. ലൂസിഫർ മുതലുള്ള പരിചയത്തെക്കുറിച്ചും അവർ വാചാലയായിരുന്നു. വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മഞ്ജു സംസാരിക്കാറില്ല. തികച്ചും സ്വകാര്യമായിട്ടേ അത് എന്താണെന്ന് പറയാറുള്ളത്. വിവാഹമോചനത്തെക്കുറിച്ചോ മകളെക്കുറിച്ചോ വരുന്ന ചോദ്യങ്ങളിലൊന്നും വ്യക്തമായ മറുപടി ലഭിക്കാറുമില്ല. സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണെന്ന ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജു പുത്തൻ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഹാപ്പി, ഹാപ്പിനെസ്, ചോയ്സ് ഈസ് യുവേഴ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു. ചിരിച്ച മുഖത്തോടെയായിരുന്നു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തത്. ഈ ചിരിയും സന്തോഷവും എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു കമന്റുകൾ. അഭിനയിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല, മഞ്ജുവിന്റെ പേഴ്സണൽ ലൈഫും ക്യാരക്ടറും എല്ലാം ആരാധകർക്ക് അറിയുന്നതാണ്. സിനിമയിൽ ഇല്ലാതെയിരുന്ന സമയത്ത് പോലും ശക്തമായ പിന്തുണയായിരുന്നു ആരാധകർ നൽകിയത്. മകൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു മഞ്ജുവും ചുവട് വെച്ച് തുടങ്ങിയത്. യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായിരുന്നു മഞ്ജുവിന്. കുട്ടിക്കാലം മുതലേ ഡാൻസും പഠിച്ചിരുന്നു. വിവാഹത്തോടെയായിരുന്നു അഭിനയവും നൃത്തവുമെല്ലാം അവസാനിപ്പിച്ചത്. മകളുടെ നൃത്തപഠനം മഞ്ജുവിന് തിരിച്ചുവരവിന് നിമിത്തമായി മാറുകയായിരുന്നു. സിനിമ വിട്ടാലും നൃത്തം കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ അച്ഛൻ്റെ വാക്കുകൾ നിറവേറ്റുകയായിരുന്നു മകൾ. ഗുരുവായൂരിലെ നൃത്തപരിപാടി ഗംഭീരമായിരുന്നു. സിനിമയിലുള്ളവരടക്കം നിരവധി പേരായിരുന്നു പരിപാടി കാണാനെത്തിയത്. നിരവധി അവസരങ്ങളായിരുന്നു അതിനുശേഷം ലഭിച്ചത്. റോഷൻ ആൻഡ്രൂസ് ചിത്രമായ ഹൗ ഓൾഡ് ആർ യു ആയിരുന്നു തിരിച്ചുവരവിലേക്ക് നയിച്ചത്. നിരുപമയായി മഞ്ജു ജീവിക്കുകയായിരുന്നു. നായിക പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ഭാഗമാവാൻ നടന്മാരിൽ പലരും മടിച്ചിരുന്നു. ചിലരൊക്കെ ഭീഷണി കാരണമാണ് ആ കഥാപാത്രം ചെയ്യാതെയിരുന്നത്. കുഞ്ചാക്കോ ബോബനായിരുന്നു സധൈര്യം ആ വേഷം ചെയ്തത്. അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും ഇരുവരും നിലനിർത്തുന്നുണ്ട്. തനിക്കും ഭീഷണികൾ വന്നിരുന്നുവെന്നും അതൊന്നും വകവെക്കാതെയാണ് ചിത്രം സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മഞ്ജു. പുത്തൻ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത്. ഈ യാത്രയിൽ കൂടുതലുള്ള ആളുകളെയും വീഡിയോയിൽ കാണിച്ചിരുന്നു. മകളായ മീനാക്ഷിയെപ്പോലെ ഒരാൾ കൂടെയുണ്ടായിരുന്നു യാത്രയിൽ. ഇത് മീനാക്ഷിയാണോ എന്നായിരുന്നു വീഡിയോ കണ്ടവരുടെ സംശയം. അമ്മയും മകളും ഒന്നിച്ചോ എന്നായിരുന്നു ചോദ്യങ്ങൾ. മഞ്ജു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെയുമായി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചത്. ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ നടത്താറുണ്ട് മഞ്ജു. ഫാമിലിയും ഫ്രണ്ട്സിനൊപ്പമുള്ള